ഹലോ കൂട്ടുകാരെ, നമ്മളിന്നൊരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ സൈഷേൻ്റെ ചിറ്റപ്പനും ചിറ്റിയും അവരുടെ മകളോട് ചേർന്നിട്ട് ഒരു വൃദ്ധസദനത്തിൽ ഉച്ചയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ചിറ്റപ്പൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് ബന്ധുക്കളെല്ലാം കൂടെ ചേർന്നാണ് ഞങ്ങൾ അങ്ങോട്ട് യാത്രയാകുന്നത്. അപ്പോൾ ഒരു 12 മണിയോടുകൂടി ചെന്നാൽ മതിയെന്ന് അവിടെയുള്ള ആ വൃദ്ധസദനത്തിൻ്റെ നടത്തിപ്പേർ പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ സമയം ആവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ചിട്ടിയുടെ മകളാണ് ഇരിക്കുന്നത്. ചിട്ടിയുടെ മകളാണ് ഇതിന് ഫുള്ള് സ്പോൺസർ. അപ്പം ഞങ്ങളെയും വിളിച്ചിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് നല്ല സന്തോഷം തോന്നി. കാരണം എനിക്ക് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് വലിയ ഇഷ്ടമാണ്. പക്ഷേ നമുക്കതിനുള്ള സാമ്പത്തികം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിനൊന്നും മുതിരാത്തത്. അപ്പോൾ ഒരു 12 മണിയോടുകൂടി വണ്ടിയൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും പോകാനായിട്ട് റെഡിയായി ഇറങ്ങുവാണ്. ഒരു കാറും ഒരു ആട്ടോയിലും പിന്നെ ഞാനും സൈഷേട്ടൻ ബൈക്കിലാണ് പോയത്. അങ്ങനെ ഞങ്ങളവിടുന്ന് വീട്ടിൽ നിന്ന് യാത്രയാവുകയാണ്. തമിഴ്നാട് മാർത്താണ്ഡം കരിങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വൃദ്ധസദനം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഒരു ലയൺസ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് നടത്തുന്ന സ്ഥാപനമാണിത്. റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടുത്തെ മേട്ടർ നിന്നിരുന്നു. അത് ഒരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ അവിടെ സ്റ്റാഫായിട്ട്. നമ്മൾ ചെന്നപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അമ്മമാരിങ്ങനെ ആ തണലത്ത് ഇങ്ങനെ വിശ്രമിച്ചിരിക്കുകയായിരുന്നു. പിന്നെ നമ്മളെ കണ്ടതും ഓടി വന്നു. എല്ലാവരും നല്ല സന്തോഷത്തോടെ സംസാരിച്ചു. നല്ല കാര്യമായിരുന്നു എല്ലാ അമ്മമാർക്കും. അപ്പം നമ്മൾ ഈ ഓരോ അമ്മമാരിലും നമ്മുടെ സ്വന്തം അമ്മയെ തന്നെയാണ് കാണുന്നത്. അപ്പം നമുക്ക് മനസ്സ് നീറി ഒരു നല്ല വിഷമമായിരുന്നു. ഉറ്റവരാലും ഉടയവരാലും സ്വന്തം മക്കളാലും ഉപേക്ഷിച്ച നിരവധി അമ്മമാരാണ് ഇവിടെ നമ്മൾ കണ്ടത്. പിന്നെ ഓരോ അമ്മമാരുടെ അടുത്ത് നമ്മൾ ചെന്ന് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ചില അമ്മമാർ മാനസികമായിട്ട് വിഷമങ്ങൾ അനുഭവിക്കുന്നതായിട്ട് തോന്നിയിട്ട്, ഈ അമ്മയാണെങ്കിൽ നമുക്ക് മാനസിക രോഗമുള്ളൊരു അമ്മയാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ അവിടുന്ന് ചാടി വീട്ടിലേക്ക് പോകാൻ രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചെന്നൊക്കെ അവിടുത്തെ മേട്ടൻ നമ്മളോട് പറഞ്ഞിരുന്നു. പിന്നെ ഈ അമ്മ നല്ല കാര്യമായിരുന്നു കേട്ടോ. എൻ്റെ മോനോട് നല്ല ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു. നല്ല ഒരു ആക്റ്റീവായിട്ടുള്ളൊരമ്മ. അവിടെ ഇരുന്ന അമ്മമാരുടെ എല്ലാ വിശേഷങ്ങളൊക്കെ ആ അമ്മയാണ് പറഞ്ഞു തന്നത്. പിന്നെ എൻ്റെ മോനോട് നല്ലവണ്ണം കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. സ്കൂളിൽ പോകണ്ടോ, എന്താണ് പേര് എന്നൊക്കെ ചോദിച്ചു. നല്ല കാര്യമായിരുന്നു ആ അമ്മ. ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറയത്തക്ക സംഭാവനകളൊന്നും എവിടെ നിന്നും ലഭിക്കുന്നില്ല. ഒരു ക്ലബ്ബുകാർ മാത്രം നടത്തുന്നൊരു സംഭവമാണിത്. അപ്പോൾ പള്ളി വകയോ അല്ലാതെ വേറെ ഒരു സ്ഥലത്തൊന്നും ഇവർക്ക് സംഭാവനകളോ ഒന്നും ലഭിക്കുന്നില്ല. പിന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കും. പിന്നെ ഈ ഏരിയയിലുള്ള ഈ തമിഴ്നാട് ബോർഡറിലൊക്കെ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഇവരെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഞാൻ ഇവിടുത്തെ ഫോൺ നമ്പർ തരുന്നതായിരിക്കും. പിന്നെ 12:30 ആയപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഫുഡ് കൊണ്ടുവന്നതിന് നന്ദി പറഞ്ഞുള്ള പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കൊണ്ടുവന്ന ഫുഡ് നമ്മൾ തന്നെയാണ് അമ്മമാർക്ക് വിളമ്പി കൊടുക്കേണ്ടത്. അവിടെ പ്രത്യേകിച്ച് വേറെ സ്റ്റാഫൊന്നുമില്ല. കിച്ചണിലൊരു സ്റ്റാഫുണ്ട്. പിന്നെ ഈ അമ്മമാരുടെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് ഒരു മേട്ടനുണ്ട്. പിന്നെ ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഉദ്ദേശം ഒരു പ്രൊമോഷന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് 4 ആളെ കാണിക്കാൻ വേണ്ടിയോ അല്ല. ഇത് ഞാൻ വേറൊരു ഉദ്ദേശത്തോടു കൂടി ഇട്ടതാണ്. കാരണം എനിക്കിതുപോലെ ഇങ്ങനെ ഒരു സൽപ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തികം അത് അനുവദിക്കുന്നില്ല. കാരണം നമ്മുടെ ചാനലിൽ വരുമാനം കിട്ടി തുടങ്ങിയാൽ ഞാൻ ഇതുപോലെ ആരോഗ്യം ഇല്ലാത്തവർക്ക് ആഹാരം കൊടുക്കുന്നതായിരിക്കും. അതിനുള്ള ഒരുപാട് വീഡിയോസുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ പ്ലീസ് ദയവ് ചെയ്ത് എന്നെ മാക്സിമം സഹായിക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോസ് എല്ലാം കാണണം. പിന്നെ ഫുഡ് മേടിച്ചിട്ട് അമ്മമാർ ആ മരച്ചോട്ടിൽ നിന്ന് തന്നെയാണ് സ്ഥിരം കഴിക്കാറുള്ളത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി കേട്ടോ. അവരുടെ വാർഡിലേക്ക് പോയി. അപ്പോഴത്തേക്കും കാലിന് സ്വാധീനമില്ലാത്ത 2 അമ്മമാരെ ഞാൻ അവിടെ കണ്ടു. പിന്നെ ആ അമ്മമാരോടും പോയി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ അവർ ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു, മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ലവണ്ണം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള ഒരു ശേഷി എനിക്കില്ല. ഞാൻ പിന്നെ ഒത്തിരി നേരം അമ്മമാരോട് ഇരുന്ന് സംസാരിച്ചു. ഫുഡ് അവർ അവിടെ തന്നെ കൊണ്ട് നമ്മൾ എത്തിച്ചു.
പിന്നെ നമ്മൾ സെപ്പറേറ്റ് ഇരുന്നാണ് ഫുഡ് കഴിച്ചത് കേട്ടോ. എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു അമ്മമാരുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ. പക്ഷേ അവിടെ അങ്ങനെ ആയിരുന്നില്ല. അമ്മമാർ വേറെ പോയിരുന്ന് കഴിച്ചു, പിന്നെ നമ്മൾ വേറെ ഇരുന്ന് കഴിക്കേണ്ടി വന്നു. പിന്നെ സദ്യയായിരുന്നു, നല്ല സദ്യയായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഒരുപാട് തൊടുകറികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. സദ്യ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ പായസം ആണെങ്കിൽ അടപ്പായസമായിരുന്നു. പിന്നെ ചില അമ്മമാർ ചിക്കന് കൂട്ടാത്ത അമ്മമാരുണ്ട്. പിന്നെ നമ്മൾ പല അസുഖങ്ങളുള്ള അമ്മമാരുണ്ട് കേട്ടോ. കൊളസ്ട്രോള്, പ്രഷർ ഒക്കെ ഉള്ള അമ്മമാരുണ്ട്. അവരോടൊക്കെ നമ്മൾ ചോദിച്ചിട്ട് വേണം ഫുഡ് കൊടുക്കാനെന്ന് അമ്മയായിട്ട് മുമ്പേ പറഞ്ഞിരുന്നു. പിന്നെ ചില അമ്മമാർക്ക് പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് പച്ചടിയൊന്നും കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മളെല്ലാം ചോദിച്ചിട്ടൊക്കെയാണ് ഫുഡ് കൊടുത്തത്. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ആ മരത്തണലിൽ വന്നിട്ട് നമ്മൾ അവരോട് യാത്ര പറഞ്ഞു കേട്ടോ. പിന്നെ യാത്ര പറഞ്ഞപ്പോൾ മനസ്സൊക്കെ നേരി കേട്ടോ. അപ്പോൾ ചില അമ്മമാർ നമ്മൾ സന്തോഷത്തോടെ യാത്രയാക്കി, ചില അമ്മമാർ നമ്മളെ നിസ്സഹായതയോടെ നോക്കി നിന്നു. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ഇനിയും വരും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചത് കേട്ടോ. പക്ഷേ വീട്ടിൽ വന്നിട്ട് നമുക്ക് ആ ഒരു വിങ്ങൽ മനസ്സിൽ നിന്ന് മാറുന്നില്ല. പിന്നെ നമ്മളെല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് ഗേറ്റും പൂട്ടി നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്ലീസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നമുക്കെല്ലാം അറിയാം, സ്നേഹിക്കാൻ ആരുമില്ലാതെ ബന്ധുക്കളോട് കൂടി ഇല്ലാതെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഓരോരുത്തരുടെ അവസ്ഥ, അതെല്ലാം ആ അമ്മമാരിൽ നമ്മൾ കണ്ടു കേട്ടോ. അപ്പോൾ മനസ്സ് ഒരുപാട് വിങ്ങിയാണ് തിരികെ യാത്രയായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു.